ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. ഇതിൽ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ഇത് സോഫ്റ്റ് ആവാനായിട്ട് ചേർക്കുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് പച്ചരി നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ കുതിരാനായിട്ട് വെക്കണം. ഞാനപ്പോൾ ഇതിപ്പോൾ രാത്രിയിലാണിത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിതിപ്പോൾ കുറച്ചധികം ഉണ്ണിയപ്പം ഉണ്ടാക്കണോണ്ടാണ് 3 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചരി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഒരു 8 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ശർക്കര പാനിയാക്കി എടുത്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കുക. പിന്നെ ഈ ശർക്കര പാനിയിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇന്നലെ കുതിരാനായിട്ട് വെച്ചിരുന്നില്ലേ പച്ചരി, അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ പകുതിയോളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലല്ല ഇത് അരച്ചെടുക്കുന്നത്, ശർക്കര പാനിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവ് കയ്യിൽ ഇതേപോലെ എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയ തരികൾ നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. എങ്കിലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതേപോലെ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അരി ചേർത്ത് കൊടുത്തു മിക്സിയിലേക്ക്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നതാണ് 3 റോബസ്റ്റ് പഴം. അപ്പോൾ ഇവിടെ കിട്ടുന്ന റോബസ്റ്റ് പഴം ഇങ്ങനത്തെ കളറാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല പച്ച കളറിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്കൊരു 2 പഴം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പഴം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഒരു പഴം ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്. അത് നമുക്കിത് അരച്ചതിന് ശേഷം നമുക്ക് ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന ആ പഴം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 പഴവും ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ല, അപ്പോൾ ഇപ്പം തന്നെ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മൾ ആദ്യം അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ആയിട്ടുണ്ട്. അതായത് ബാറ്റർ അരച്ചെടുത്തു. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 മുറി തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർക്കാം. എനിക്കത് കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചിരവിയത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവിലേക്ക്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്, മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ബാക്കി ഇരിക്കുന്ന ശർക്കരപ്പാനിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്ത 8 അച്ച് ശർക്കരയുടെ ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പലഹാരങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോഴും മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ നമ്മൾ വറുത്തെടുക്കുമ്പോഴും മധുരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഒട്ടും മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 10 മണിക്കൂർ ഇത് അടച്ച് വെക്കണം. അടുക്കളയിൽ 10 മണിക്കൂർ അടച്ച് വയ്ക്കുക. നമ്മൾ ഇഡ്ഡലി മാവ് ദോശമാവൊക്കെ തയ്യാറാക്കുമ്പോൾ വെക്കില്ല, അതേപോലെ ഒരു 10 മണിക്കൂർ ഞാനിത് വെക്കുന്നുണ്ട്. എങ്കിലേ ഞാൻ പറയുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ 10 മണിക്കൂർ തന്നെ ഇത് വെക്കണം കേട്ടോ. അപ്പോൾ അത് 10 മണിക്കൂർ നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ രാവിലെ ഞാൻ മാവ് തയ്യാറാക്കിയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം അപ്പോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം നോക്കാം. അപ്പോൾ ഇവിടെ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ അരച്ച് വെച്ചില്ലേ ഉണ്ണിയപ്പത്തിൻ്റെ മാവ്, അത് നമുക്ക് നോക്കിയാലോ. നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോൾ ഞാൻ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരും പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. നെയ്യ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇത് ചൂടാക്കുന്ന സമയത്ത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിടുക. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ ഓരോ തവി മാവ് വെച്ചിട്ടാണ് കേട്ടോ
ഒഴിച്ച് കൊടുത്തത്. നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബബിൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ മാവ് നല്ല രീതിയിൽ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാകും, കാരണം എണ്ണ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ബാച്ചസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും വറുത്തെടുക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ അതാ ഞാൻ എല്ലാ ഉണ്ണിയപ്പങ്ങളും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിക്ക് എനിക്ക് 91 ഉണ്ണിയപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിയുടെ ഇതനുസരിച്ചിട്ട് എണ്ണ വ്യത്യാസം വരും. ഇനിയിപ്പോൾ നമുക്ക് സോഫ്റ്റ് ആണോ എന്ന് അറിയണ്ടേ. അപ്പോൾ അതാ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് അമുങ്ങിപ്പോണം, അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ റോബസ്റ്റ് പഴം വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.